ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവരും JLTയുടെ എക്സാം ഡേറ്റ് വന്ന് അറിഞ്ഞു കാണുമല്ലോ. ഒക്ടോബർ 1-നാണ് പരീക്ഷ. ഇനി പഠിച്ചു തുടങ്ങാൻ സമയമായിട്ടുണ്ട്. നമുക്ക് സിലബസിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമുക്ക് ജനറൽ പേപ്പറിൻ്റെയും അതേപോലെ തന്നെ ഹിന്ദിയുടെയും സിലബസ് വൈസ് ഒരു അനാലിസിസ് നമുക്ക് നടത്താം. ജനറൽ പേപ്പറിൻ്റെ പേരെന്ന് പറയുന്നത് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റെനസൈൻസ് ഇൻ കേരളയാണ്. ടോട്ടൽ മാർക്സ് വരുന്നത് 20 മാർക്സിനാണ് ജനറൽ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ മെയിനായിട്ട് വരുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് റെനസൈൻസ് ഇൻ കേരള ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്. അതിൽ സൊസൈറ്റി ഉണ്ട്, എഫോർട്ട് ടു റീഫോം സൊസൈറ്റിയെ റീഫോം ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള എഫോർട്ട്സ്, സോഷ്യോ റിലീജിയസ് റീഫോംസ് കാര്യങ്ങൾ, സ്ട്രഗിൾസ്, പ്രസ്സിൻ്റെ റോൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ലിറ്റററി ഫിഗേഴ്സ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ജനറലിൽ വരുന്നത്. അതേപോലെ തന്നെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സാലിയൻ ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി തന്നെ ജനറൽ പേപ്പറിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ്, സോഷ്യൽ സർവീസസ്, അതുപോലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും ഉള്ള ഒരു സ്റ്റഡി ജനറൽ പേപ്പറിൽ വരുന്നുണ്ട്. അപ്പം ഇത്രയും ടോപ്പിക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു 20 മാർക്സിനാണ് നമ്മളുടെ JLTയുടെ ജനറൽ പേപ്പറിൻ്റെ സിലബസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സിലബസിലുള്ള ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ജനറൽ പേപ്പർ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഹിന്ദിയാണ്. ഹിന്ദി ലാംഗ്വേജിൽ എന്താണ് അതിൻ്റെ മൊഡ്യൂൾസ് ഏതൊക്കെയാണ്, അതിൻ്റെ സിലബസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്, എത്ര മാർക്സിനാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 1 കൊടുത്തിരിക്കുന്നത് ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലിറ്ററേച്ചറാണ്. അത് 12 മാർക്സിനാണ് ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലിറ്ററേച്ചർ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ തന്നെ എന്താണ് ആൻഷ്യൻ്റ് ആൻഡ് മെഡീവിയൽ പീരീഡ്, ആദ്യകാല അതേപോലെ തന്നെ മധ്യകാല, ആ രണ്ട് കാലത്തെ പറ്റിയിട്ടും അതേപോലെ തന്നെ റാസോ ലൗകിക് സാഹിത്യങ്ങൾ, ആ സമയത്തുണ്ടായിരുന്ന ലൗകിക് സാഹിത്യങ്ങളെ പറ്റിയിട്ട്, അതേപോലെ തന്നെ ഭക്തി മൂവ്മെൻറ്റ്, ഭക്തികാലിൽ എന്താണ് സാഹിത്യകാരന്മാർ ഭക്തി ആന്തോളൻ അല്ലേ, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ പ്രധാനമായിട്ടും ഭക്തി എന്ന് പറയുമ്പം രാമഭക്തിയുണ്ട്, കൃഷ്ണഭക്തിയുണ്ട്. സ്വാഭാവികമായിട്ടും കബീർദാസ്, സൂർദാസ്, തുളസീദാസ് ആൻഡ് മലിക് മുഹമ്മദ് ജായസി, അവരെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ രീതി പീരീഡാണ്. അതിൽ കേശവദാസ്, ബിഹാരി, ഘനാനന്ദ്, ഭൂഷൺ, ഇവരെ പറ്റിയിട്ടാണ് രീതികാലിൽ മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത്. അത്രയാണ് മൊഡ്യൂൾ 1. മൊഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ 12 മാർക്സിനാണ് മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 എന്ന് പറയുമ്പോഴേക്കും ഡെവലപ്മെന്റ് ഓഫ് ഹിന്ദി ലിറ്ററേച്ചർ ഇൻ റെനസൈൻസ് പീരീഡ് ആണ്. അതായത് നവോത്ഥാന സമയത്ത് എന്താണ് ഹിന്ദി ലിറ്ററേച്ചറിന്റെ ആ ഒരു ഡെവലപ്മെന്റ്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കിയേ. ഭാരതേന്ദു യുഗമുണ്ട്. ഭാരതേന്ദു യുഗം എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഭാരതേന്ദു ഹരിശ്ചന്ദ്രാണ് അല്ലേ. അപ്പം ഭാരതേന്ദു ആൻഡ് ദ്വിവേദി പീരീഡ് ഉണ്ട്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, മഹാവീർ പ്രസാദ് ദ്വിവേദി, മൈഥിലി ശരൺ ഗുപ്ത, ജയശങ്കർ പ്രസാദ് ആൻഡ് പ്രേംചന്ദ്, ഇവർ 3 പേരും എന്താണ് ആ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്രയും നാൾ ഉണ്ടായിരുന്ന ആ ഒരു ഹിന്ദി സാഹിത്യത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചവരാണ്. അപ്പോൾ അവരെ പറ്റിയിട്ടാണ് പ്രധാനമായിട്ടും മൊഡ്യൂൾ 2 പഠിക്കാനുള്ളത്. അതും എത്ര മാർക്കിന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്? 12 മാർക്കിന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി മൊഡ്യൂൾ 3 ആണ് നോക്കുന്നത്. മൊഡ്യൂൾ 3 മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് മോഡേൺ ആൻഡ് കണ്ടംപററി ലിറ്റററി ട്രെൻഡ്സ് അപ് ടു 2000 വരെയുള്ള ഹിന്ദി ലിറ്ററേച്ചറിലെ ട്രെൻഡ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും എന്താണ് ട്രെൻഡ്സ് അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവന്നത് തന്നെ എന്തിലാണ്? ഛായാവാദിലാണ് അല്ലേ. അപ്പം ഛായാവാദുണ്ട്, ഒബ്വിയസ്ലി എന്തുണ്ട്? പ്രഗതിവാദ്, പ്രയോഗവാദി നെയ്യ് കവിതകളുണ്ട്, സമകാലീൻ കവിതകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് സ്വാതന്ത്ര്യോത്തർ ഹിന്ദി ഉപന്യാസങ്ങൾ, നോവൽസ് ഉണ്ട്, കഹാനികളുണ്ട്, നാടകമുണ്ട്, ആലോചന ക്രിറ്റിസിസം വർക്കുകളുണ്ട്. അപ്പൊ ഇത്രയും എന്താണ് ആ ഒരു ട്രെൻഡ്സിൽ ഉൾപ്പെടുന്നതാണ്. അതേപോലെ തന്നെ ഹിന്ദി ലിറ്ററേച്ചർ ഇൻ കേരള പ്രീ ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരീഡ്, സ്വാതന്ത്ര്യത്തിന് മുന്നേയും ശേഷവും എന്താണ് ഹിന്ദി ലിറ്ററേച്ചർ കേരളത്തിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എത്രാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്? മൊഡ്യൂൾ 3 പഠിക്കാനുണ്ട്. അതും എത്ര മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്? 12 മാർക്കിനാണ് ആ ഒരു ടോപ്പിക്ക് നമ്മൾ എക്സാമിന് ചോദിക്കുന്നത്.
നെക്സ്റ്റ് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 എന്ന് പറയുമ്പം ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലാംഗ്വേജ് ആണ്. ഹിന്ദി ലാംഗ്വേജിൻ്റെ ദ വോൾ ഹിസ്റ്ററി ആണ് മൊഡ്യൂൾ 4 പഠിക്കുന്നത്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. കാരണം അതിൽ നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുമ്പം അതിൻ്റെ ഒറിജിനെ പറ്റി പഠിക്കും എന്തായാലും, പിന്നെ അത് എങ്ങനെയാണ് ഡെവലപ്പ് ആയതെന്ന് നമ്മൾ പഠിക്കും. അപ്പം ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹിന്ദി ലാംഗ്വേജ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ലാംഗ്വേജിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഭാഷാ പരിവാർ, ഭാരതീയ ആര്യ ഭാഷയും ഹിന്ദിക്ക് ബോലിയാം, ദേവനാഗരി ലിപി, ബോലിയാംസ് ലിപികൾ, അതേപോലെ തന്നെ എന്താണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ, ഫാമിലി ക്ലാസിഫിക്കേഷൻ ഭാഷയുടെ വരുന്നുണ്ട്. അതും എത്ര മാർക്കിന് തന്നെയാണ്? 12 മാർക്കിനാണ് എല്ലാ മൊഡ്യൂൾസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത 5th മൊഡ്യൂൾ എന്ന് പറയുമ്പം ഗ്രാമർ ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് ആണ്. ഗ്രാമർ പോർഷനിൽ നിന്നാണ് 5th മൊഡ്യൂളിൽ ടോപ്പിക്സ് എടുത്തിരിക്കുന്നത്. അതിൽ ഒബ്വിയസ്ലി എന്തൊക്കെയുണ്ട്? സംഖ്യ, നൗണുണ്ട്, സർവനാമുണ്ട്, വിശേഷണുണ്ട്, ക്രിയയുണ്ട്, കാരകുണ്ട്, വാച്യ ഓർ കാൽ, സംരചനയുണ്ട്, ധ്വനി, രൂപ, വാക്യ, ശബ്ദ ആൻഡ് അർത്ഥമുണ്ട്. അപ്പൊ ഈ കാൽ സംരചന എന്ന് പറയുമ്പോഴത്തേക്കിനും എന്തൊക്കെയാണ് അതിൽ വരുന്നത്? എന്താണ് ഒരു സെന്റൻസിന്റെ അർത്ഥം, എന്താണ് ശബ്ദ, വാക്യ, രൂപ, അതുണ്ട്. പിന്നെ നൗണ്, പ്രോനൗണ്, അഡ്ജക്റ്റീവ്സ്, വെർബ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഹിന്ദി ലാംഗ്വേജിന്റെ ആ ഒരു മൊഡ്യൂൾ 5th ഗ്രാമർ പോർഷനിൽ വരുന്നുണ്ട്. അതും 12 മാർക്കിന് തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്തത് മൊഡ്യൂൾ 6 ആണ്. മൊഡ്യൂൾ 6 ലിറ്റററി തോട്ട്സ് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ആ ഒരു ടോപ്പിക്കിൻ്റെ അകത്ത് അത് പക്ഷേ 12 മാർക്കല്ല, അതിൽ നിന്ന് 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് കവർ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ കാവ്യഭേദമുണ്ട്, അതേപോലെ തന്നെ കാവ്യ സമ്പ്രദായമുണ്ട്. അതായത് എങ്ങനെയായിരുന്നു കാവ്യങ്ങൾ എഴുതിയിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. നമ്മൾ അന്നത്തെ കാലത്ത് എഴുതിയിരിക്കുന്ന എന്തായിരുന്നു? രസ്, അലങ്കാർ, ഛന്ദ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു അല്ലേ. അപ്പം രസ്, അലങ്കാർ, രീതി, ധ്വനി, വക്രോക്തി, ഔചിത്യ, അതൊക്കെ എന്താണ്? ഓരോരോ അലങ്കാരങ്ങളാണ്. അപ്പം ആ ഒരു കാവ്യ സമ്പ്രദായം ഉണ്ട്. പിന്നെ ശബ്ദശക്തിയുണ്ട്, അലങ്കാർ, അനുപ്രാസ്, ഉപമ, ഉത്പ്രേക്ഷ, രൂപക്, ശ്ലേഷ ആൻഡ് യമക്. ഇതൊക്കെ എന്താണ്? ആ ഒരു മൊഡ്യൂള് 6th ടോപ്പിക്സ് ആണ്. പിന്നെ ഛന്ദുണ്ട്. ഛന്ദ്, ദോഹ, ചൗപ്പായി, സോറട്ട, ഇന്ദ്രവജ്ര ആൻഡ് മാലിനി. ഇതൊക്കെ എന്താണ്? ചൗപ്പായി, ഇതൊക്കെ ഛന്ദിന്റെ ഡിഫറെന്റ് ഫോംസ് ആണ്. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു അന്നത്തെ കാലത്ത് എന്താണ് കാവ്യഭേദം അല്ലെങ്കിൽ കാവ്യ സംരചന ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു സമ്പ്രദായത്തെ പറ്റിയിട്ടൊക്കെയാണ് മൊഡ്യൂള് 6th നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. എത്ര മാർക്കിനാണ്? 10 മാർക്കിനാണ് മൊഡ്യൂള് 6th ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി ലാസ്റ്റ് മൊഡ്യൂൾ ആണ് എന്ത്? മൊഡ്യൂൾ 7th. മൊഡ്യൂൾ 7th ഫങ്ഷണൽ ഹിന്ദി ആൻഡ് ജേർണലിസം ആണ്. അതിൻ്റെ ഉള്ളിൽ ഹിന്ദി ആസ് രാഷ്ട്രഭാഷ, രാജ്ഭാഷ, സമ്പർക്ക് ഭാഷ, സഞ്ചാർ ഭാഷ ആണ്. അതായത് ഹിന്ദി നമ്മൾ ഏതൊക്കെ ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? എന്താണ് രാഷ്ട്രഭാഷയായിട്ട്, രാജഭാഷയായിട്ട്, സമ്പർക്ക ഭാഷയായിട്ട്, സഞ്ചാർ ഭാഷയായിട്ട് അല്ലെ, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ആയിട്ട് അല്ലെങ്കിൽ മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടോ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹിന്ദിയെ നമ്മൾ ആ രീതിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത് വന്നിരിക്കുന്നത് പാരിഭാഷിക് ശബ്ദാവലിയാണ്. ഇംഗ്ലീഷ്, ഹിന്ദി അല്ലേ. ഇംഗ്ലീഷിൽ നിന്നുള്ള ഒരുപാട് വേർഡ്സ് ഹിന്ദിയിലോട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം പാരിഭാഷിക് ശബ്ദാവലി അതിലുണ്ട്. പിന്നെ മീഡിയ ലേഖൻ, അതിൽ പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയാസിനെ പറ്റിയിട്ട് നമ്മൾ ആധികാരികമായിട്ട് പഠിക്കുന്നുണ്ട്. വിത്ത് എത്ര മാർക്കിനാണ്? 10 മാർക്കിനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ JLT ഹിന്ദിയുടെ സിലബസും അതിൻ്റെ ഉള്ളിൽ വരുന്ന മൊഡ്യൂൾസും അതിൻ്റെ ഉള്ളിൽ വരുന്ന പ്രധാനപ്പെട്ട നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ്. അതിൻ്റെ ഉള്ളിൽ വരുന്ന മെയിൻ ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽ പഠിച്ച് നല്ലൊരു ഫോളോ അപ്പോടുകൂടി പോയാൽ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തവണത്തെ JLT എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ഉദ്ദേശം തന്നെയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ മുന്നോട്ട് വെക്കുന്നത്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഇത്തവണത്തെ JLT ഹിന്ദിയുടെ ന്യൂ ബാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈവ് ക്ലാസ്സസ് ഉണ്ട്, PDF നോട്ട്സ് തരും, ഫുൾ സിലബസ് ബേസ്ഡ് വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ വിത്ത് ഫാക്കൽറ്റി, മെൻറ്റർഷിപ്പ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട്സ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ടെക്നിക്കൽ സപ്പോർട്ട്, വീഡിയോ ക്ലാസ്സസ്, അതുപോലെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇത്തരത്തിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഫീച്ചേഴ്സാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഇത്തവണത്തെ JLT ഹിന്ദി ബാച്ച്, പുതിയ ഹിന്ദി ബാച്ച് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് പുതിയ ബാച്ചിലേക്ക് JLT ഹിന്ദിയുടെ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.